ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ വ്ളോഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രേസ് ദേ ക്ലാസ്സിൽ പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മുടി കെട്ടാൻ പോവാണ്. ഗ്രേസിന്റെ പോയ പല്ല് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. അടിയിലത്തെ പല്ല് വന്നു, മുകളിലത്തെ പല്ല് വന്നിട്ടില്ല. അപ്പൊ വലിയ ഓട്ടയാവൂലോ അവിടെ. അയ്യോ, അപ്പൊ ചോറൊക്കെ എങ്ങനെയുണ്ടാ? ചോറ് ഇങ്ങനെ വീഴുകണ്ട വരും ഗ്രേസ്. പിന്നെ ഫ്രണ്ടിലത്തെ പല്ലുകൊണ്ടാണ് ചോറുണ്ട്. പിന്നെ ഇന്നലെ ഗ്രാജുവേഷന്റെ പ്രാക്ടീസ് ഉണ്ടായി. പിന്നെ ഞങ്ങൾ ലൈനില് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞങ്ങള് ഫ്രണ്ടിൽ നിങ്ങള് ബാക്കില്. എന്തിനാ ഞങ്ങള് ബാക്കിൽ നിൽക്കണം? എനിക്ക് അപ്പയ്ക്ക് മുന്നിൽ നിൽക്കണം. നിങ്ങള് ബാക്കിലായിരിക്കും. പക്ഷെ ഞങ്ങള് ഒരു ലൈനായിട്ട് ഫ്രണ്ടില് കൊറേ ചർച്ചിലിരിക്കും. എന്നിട്ട് സ്പീച്ചൊക്കെ കണ്ടു കഴിയുമ്പോ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഗ്രേസിന്റെ UKG ക്ലാസ് കഴിയുമ്പോൾ കാര്യം എന്താ പറയണേ? പിന്നെ മാം പറഞ്ഞത് സൈലന്റ് ഫംഗ്ഷൻ ആണ്. അതൊരു ഫംഗ്ഷൻ. അപ്പൊ ആരും മിണ്ടില്ല, ആരും മിണ്ടാൻ പാടില്ല. ഇവരോട് ഓ, എല്ലാരും മിണ്ടാണ്ടിരിക്കും. ഏത് മാം പറഞ്ഞങ്ങനെ? ക്രിസ്റ്റി മാം. പിന്നെ നമുക്ക് കാല് വെക്കാൻ പറ്റാത്ത പോലെ കാല് വെക്കണം. ഇരിക്കുമ്പോൾ ഇങ്ങനെ വെക്കണം. അപ്പൊ കാലല്ലേ വേണം എടുക്കാം. കാല് നിലത്ത് ഊത്താൻ പാടില്ല, ഇങ്ങനെ വെക്കണം കാല്. അറ്റൻഷൻ അതുപോലെ വെക്കണം. അപ്പൊ കാലിന്റെ തുമ്പിൽ ഒരു ഇച്ചിരി ഇങ്ങനെ 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 ചെരിച്ചു വെക്കണം, വി ഷേപ്പിൽ വെക്കണം. അങ്ങനെയല്ല മാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി വെക്കാൻ പറയണ. ആണോ? മാം പറയണല്ലോ വെച്ചോ. ഇങ്ങനെ അങ്ങനെയൊക്കെ കൈയൊക്കെ വെക്കണം. ഓ, എന്തൊക്കെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ എന്തായിരുന്നു, 1ാം ക്ലാസ് അംഗനവാടിയിൽ നിന്ന് നേരെ 1ാം ക്ലാസ്, 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ്, 2ാം ക്ലാസ് കഴിഞ്ഞ് 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, ഇത് തന്നെ. ആ കൂടി 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് മാറിയപ്പോഴാണ് സ്കൂൾ മാറിയത്. LP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക്, മീൻസ് ആ വലിയ സ്കൂളിലേക്ക് മാറിയത്. അത് മാത്രമാണ് എൻ്റെ മനസ്സിലൊരു വ്യത്യസ്തമുള്ളൊരു സംഭവം തോന്നിയത്. 2 സ്കൂളായിരുന്നു. ഹർഷമിശ്ര മറ്റേത് LP സ്കൂളായിരുന്നു. ഇങ്ങനെ 2 സ്കൂളാണ്. ഗ്രേസ് ഗാർഡനിൽ നിന്ന് പോയി. അപ്പൊ ഗ്രേസ് ഗാർഡനിൽ പോയിട്ടില്ല. ഗ്രേസ് ഗാർഡനിൽ പോയിട്ടിരിക്കേ. പിന്നെ ഗ്രേസ് ഗാർഡനില് സ്വിമ്മിംഗ് ഡേ ഉണ്ട്. അവിടെ സ്വിമ്മൊക്കെ ചെയ്യാം. നിനക്കുണ്ടായിരുന്നു. എസ്ര ബേബി ആയപ്പോഴേ ഗ്രേസ് ഗാർഡനിലായിരുന്നു. അപ്പൊ എസ്ര അവിടെ സ്വിം ചെയ്തിട്ടുണ്ട്. ഈ ഗ്രേസ് ഗാർഡൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ കാടുകുറ്റിയിലുള്ള പ്ലേ സ്കൂളാണ് കേട്ടോ. അപ്പൊ ഗ്രേസിന് നീന്താനും വെള്ളത്തിലിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും വയ്യായി എന്തെങ്കിലും വന്ന് ഗ്രേസ് പോവാൻ മുടങ്ങും. ആ മുടങ്ങണ ദിവസമായിരിക്കും അവിടെ അവർ പിള്ളേരെ വെള്ളത്തിൽ ഇറങ്ങുന്ന ദിവസം. അങ്ങനെ ഗ്രേസിന് ഒറ്റ ദിവസം പോലും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെയില്ല, ഒറ്റ ദിവസം ഗ്രേസിനോട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ എസ്ര എന്ന് പറയുന്നത് എന്നാ നമ്മള് വീഡിയോയിൽ കാണിച്ചില്ലേ, ഗ്രേസിന്റെ ഫ്രണ്ട് ഉണ്ടോ, ഇവിടെ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളതാണ്. നിന്റെ കൊറേ പിന്നെ പടർത്ത്. പിന്നെ ഏത് സ്കൂളിന്റെ? എന്റെ ഗ്രേസ് ഗാർഡന്റെ അവിടെ സൈഡില് അത് അതിലാണ് സ്വിം ചെയ്യാ. പിന്നെ എന്റെ സ്കൂളില് ഇപ്പൊ പഠിക്കുന്ന സ്കൂളില് മറ്റേ ഇപ്പൊ പ്രോഗ്രാം അന്ന് എന്റെ ബോൾ ഡാൻസ് നടന്ന സ്ഥലില്ലേ, അതിന്റെ അപ്പുറത്തെ പൂളുണ്ട്. 5ാം ക്ലാസ് വരെ ഞങ്ങളെ പഠിപ്പിക്കും. 5ാം ക്ലാസ് തുടങ്ങി. 5ാം ക്ലാസ് തുടങ്ങി ഞങ്ങൾ സ്വിം ചെയ്യാൻ പഠിപ്പിക്കും. ആ പൂളില് അടിപൊളി ആഴമുള്ള പൂളാ. ഗ്രേസ് പഠിക്കില്ലേ? മുമ്പ് ഞാനും ഗ്രേസും കൂടി നീന്താൻ പോയ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ നിങ്ങള്. ഗ്രേസിന്റെ വെള്ളത്തിലേക്ക് ഇറക്കിയെങ്കിലും ഗ്രേസിന് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഇറങ്ങൂല പോവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നിട്ടായാലും അന്നൊന്നും ഗ്രേസ് ഇറങ്ങിണ്ടായില്ല. അപ്പൊ ഇനി വലുതാവുമ്പോ ഇറങ്ങുമായിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കണ്ണാടിയും വെക്കും. ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം പോയി ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടി പോന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ മുടി വെട്ടൽ ആകെ കൊളായി പോയി. മീശയൊക്കെ ആ ചേട്ടൻ കയറ്റി വെട്ടി. മുടി വെട്ടിയതും എന്തോ ആകെ ഒരു എന്നും വെട്ടാനുള്ള സ്ഥലത്ത് വെട്ടിയത്. പക്ഷെ ആകെ ഒരു വ്യത്യാസം വന്നു പോയി, എന്തെന്നറിയില്ല. അപ്പോൾ നമ്മുടെ ചെടികൾ എല്ലാവരും പുറത്തുണ്ടോ, ഒന്നും അകത്തില്ല. എല്ലാ ചെടികളും പുറത്തിറക്കി
ഈ ഇവിടെ കൊണ്ട് വെച്ചേക്കാണ്. ഇന്നലെയും മിനിയാന്നും ഇവിടെയായിരുന്നു. ഇതിനെ വെള്ളമൊഴിച്ച് നനച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാ ദിവസവും ഇത് ഉള്ളിലിരുന്നിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയിട്ട് പോകും. ഇപ്പോഴേ വാടി തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ വാടി തുടങ്ങിയപ്പോഴാണ് ഇവരെ പുറത്തേക്ക് ഇറക്കിയത്. പിന്നെ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പൂവിട്ട ബൊഗൈൻവില്ല. കുറേ പൂവുണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞങ്ങൾ തെറ്റിയതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നോട് ഞങ്ങൾ തെറ്റിയതോട് ക്ഷമിക്കണം. ഞങ്ങൾ എപ്പോഴും ഇന്നലെ ഞാനിവിടെയൊക്കെ നനച്ചപ്പോൾ ആകെ ചെളി തെറിച്ച് പിടിക്കൊക്കെ. ഗ്രേസിൻ്റെ ചെരുപ്പിൻ്റെ കോലിങ്ങനെ എൻ്റെ ദൈവമേ തുടക്കിയെന്ന് മുടിക്കൊക്കെ തെറിച്ചിട്ടുണ്ട് ചെളി. നമ്മുടെ ഇവിടുത്തെ മാവും പൂത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതിന് ചെറിയ ചെറിയ കണ്ണിമാങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചൊറിയാമ്പുഴല്ലേ, ചൊറിയാമ്പുഴുക്കൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വീഴുന്നുണ്ട്. നമ്മുടെ അടുത്ത കളറ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കണേ. ഇവിടെ ഇത്ര സ്ഥലത്തേ വെയിലേറ് കുറഞ്ഞു. അപ്പോൾ അടിയിലത്തെ പുല്ലുകൾ കളപ്പുല്ല് കുറേ വലുതായി വന്നിട്ടുണ്ട്. ഇനി ചട്ടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. പക്ഷെ എല്ലാത്തിനും പൂ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും പൂ ഉണ്ടായിട്ടുണ്ട്. പല കളറുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. റൂബി റെഡിൻ്റെ പൂവൊക്കെ പോയി 2 ദിവസം നനയ്ക്കാണ്ട് ഉണങ്ങിയിട്ട്. ബസ് വന്നാ എവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. എല്ലാവരോടും ബൈ ബൈ. പ്രാർത്ഥിക്കാനൊക്കെ പറ പഠിക്കാനായിട്ട്. അതിനെ മതലിന്റെ മുകളിൽ കയറ്റി വെക്കാടി. ഇല്ല, ഇതിന് ശരിക്കും മതലിന്റെ മുകളിൽ വെച്ചാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനൊരു ലുക്ക് വരും. ഗ്രേസിൻ്റെ ബസ് ഇതാ വന്ന്. ടാറ്റാ. അമ്മാമ്മോടൊക്കെ പറഞ്ഞോ? അപ്പോട് പറഞ്ഞോട്. അപ്പൊ ഗ്രേസിന്റെ ബസ് വന്നു. പാവ എനിക്ക് ഇന്ന് രാറ്റാന്നോണ്ടിരിക്ക. ഉണ്ടെങ്കിൽ തന്നേക്ക് കുടിച്ചേക്കാം. ആണോ? ഞാൻ ആദ്യം ചെടികളെ കയറ്റട്ടെ. ചെടികൾ ആദ്യം കയറ്റിയ പരിപാടി കഴിഞ്ഞല്ലോ. ഒന്നുകൂടി നനയ്ക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വെള്ളം വീഴും ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ. നീ തുടയ്ക്കുമ്പോൾ പോയിക്കോളേ. അപ്പം അതിന് ചെടികൾ എടുത്ത് വയ്ക്കട്ടെ.
മുറ്റടിച്ചിട്ടില്ല. മുറ്റടിക്ക് ഇന്ന് അമ്മേനെ കുംസാരിപ്പിച്ച് കുർബാനയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ ക്ലീനിങ് തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ചെടികൾ അവിടെ വെച്ചിട്ടുണ്ടായതൊക്കെ എടുത്തത് ഇവിടെ മുമ്പിൽ ഇവിടേക്ക് വെച്ചു. അതേ പൂവടി ഇവിടെ ഫ്രണ്ടിൽ, അതായത് ഒരു അലങ്കാരം, എൻ്റെ ചെറിയ അലങ്കാരം രണ്ട് സൈഡിലൊക്കെ. എൻ്റെ കാലുമ്പോൾ ചെളിയുണ്ട്, ഞാൻ ഒന്ന് ചവിട്ടി കയറിക്കോട്ടെ. ഓ വേണ്ട, ഞാൻ കഴിയിട്ടോന്നോളാം. ഇവിടെ പാലിപ്പോൾ തിളച്ച് 3 പറഞ്ഞ എന്നെ വിട്ടാൽ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കിക്കണം. അടിയിൽ തീ കത്തിച്ചിട്ടില്ല. ഓടിച്ചേ മതി. ഇപ്പം മിടുവിൻ്റെ തുടക്കൽ നടന്നുകൊണ്ടിരിക്കണ്. കഴിഞ്ഞാ? അപ്പം നീ ചവിട്ടി വരുമ്പോൾ അവിടെ വീണ്ടും അഴുക്കാവില്ലേ? പവിത്രമാണ്. അപ്പം നമ്മുടെ പാലങ്ങനെ തിളച്ചേക്കാണ്. ചായപ്പൊടി ഞാൻ ഇടണോ? നീ ഇടുവോ? ഇടോ. സിമ്മാക്കിയിട്ടും പൊന്തി വരണേ. ഇപ്രാവശ്യത്തെ ചായപ്പൊടി എന്താണാവോ, ഇഷ്ടമായില്ല. ചായക്കൊന്നും ഒരു ടേസ്റ്റില്ല. ഇവിടെ കിടന്നൊന്ന് പതുക്കന്നെ തിളക്കട്ടെ. മിടു ചില നേരത്തെ ചായ വയ്ക്കുമ്പോഴല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. മധുരം കൂടുതലുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്തോ പൊടിയിടുന്നാണാവോ എന്തോ ഒരു വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില നേരത്തെ ഇപ്പോൾ ഇന്നലേക്ക് ഉണ്ടാക്കിയ ചായ എന്ന് പറയുന്നത് ഇഷ്ടമായില്ല. എന്തോ ഒരു വേറെ ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ചായപ്പൊടി മാറിൻ്റെയാണോന്ന് അറിയില്ല. ഇന്നലെ മിഞ്ഞാണ്ട് പുതിയ ചായപ്പൊടി മേടിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം അറിയില്ല, ഇന്നലെ ഇന്നുണ്ടാക്കിയ ചായ എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ അതിൻ്റെ 2 ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കിയ ചായ എന്ത് രസമായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ചായ റെഡി. മിടു ഇപ്പോൾ കോഴിമുട്ട വയ്ക്കുന്ന സ്റ്റാൻഡ് ഇപ്പോൾ ഫോൺ സ്റ്റാൻഡാക്കി മാറ്റിയേക്കണം. അല്ല, കോഴിമുട്ട വയ്ക്കുന്ന പാത്രം ഇപ്പോൾ ഫോണിൻ്റെ സ്റ്റാൻഡാക്കി മാറ്റിയേക്കണം. ഇപ്പോൾ ഇവിടെ കൊണ്ടുവരണം, മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോൾ സെലീനാമ ഇവിടെ ദേ ഇപ്പോൾ അച്ഛൻ കുംസാരിപ്പിക്കാനും കുർബാനയ്ക്ക് കൊടുക്കാനൊക്കെ വരും. അത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും പറയാനില്ലേ? എല്ലാവരും എന്ത് പറയണേ? എല്ലാവരും സുഖായിരിക്കുന്നോ? ആ, വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് നാളായല്ലോ. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇപ്പൊ പറയാൻ. അതന്നെ, പ്രത്യേകമായിട്ട് വലിയ വിശേഷങ്ങള് ചോദിക്കാനും പറയാനും ഉള്ളൊരു മൂഡിലല്ല. ആ, അതന്നെ. അപ്പോൾ അമ്മയുടെ ചായ കൊടുത്തു, മധുരമിടാത്ത ചായ. പിന്നെ എൻ്റെയും മിടുവിൻ്റെയും ചായ. മുമ്പത്തെ വീഡിയോ ചോദിച്ചിരുന്നു അമ്മയ്ക്ക് എന്താ സ്റ്റീൽ കപ്പിൽ കൊടുക്കണേ, നിങ്ങളെന്താ ഇങ്ങനത്തെ കപ്പിൽ കുടിക്കണേന്ന്. അമ്മയ്ക്ക് സ്റ്റീൽ കപ്പിൽ കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല. അമ്മ സ്റ്റീൽ കപ്പിൽ കുടിക്കൂ. അപ്പച്ചനായാലും ഇപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനത്തെ കപ്പൊന്നും കൊടുത്ത് അമ്മ പറയും എനിക്കിത് പൊക്കാൻ പറ്റില്ല പറയും. അമ്മയ്ക്കും അതെ, അപ്പച്ചനും അതെ. സ്റ്റീൽ പാത്രങ്ങളും സ്റ്റീൽ കപ്പ് തന്നെ. ഞങ്ങൾ പണ്ടേ തുടങ്ങി അതാണ് ഉപയോഗിക്കാറ്. ഞാനായാലും പണ്ട് സ്റ്റീൽ കപ്പിലായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ലോകം മാറുന്നതിനനുസരിച്ച് അങ്ങനെ മാറി, മൺകപ്പിലേക്കൊക്കെ മാറി. മുമ്പ് വലിയ അമ്മ ഇപ്പോൾ ചായ കുടിക്കുന്ന കപ്പ് കണ്ടല്ലോ, അങ്ങനത്തെ ഒരു കപ്പ് നിറയെ ചായയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതെന്തും കുടിക്കും. ഇപ്പം പിന്നെ കുഞ്ഞ കപ്പായി, കപ്പ് ഭംഗിയുണ്ടെന്നുള്ളൂ, അളവ് കുറവാണ്. ഇവിടെ മിടു തുടക്കണാനും ഫാനുകൾ ഇട്ടണം, ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് നേരിട്ടേക്കാം. നിങ്ങൾ പണ്ട് തുടങ്ങി മൺകപ്പിലാണോ കുടിക്കാറ്? സ്റ്റീൽ ഗ്ലാസ്സിൽ. നിങ്ങൾ ഗ്ലാസ്സുകാരായിരുന്നു. സ്റ്റീൽ ഗ്ലാസ്സായി
പിന്നെ അത് ചില്ല് ഗ്ലാസ് ആയി, പിന്നെ അത് ഇങ്ങനത്തെ കപ്പുകളായി മാറി. അത് തന്നെയാണ് അത് ആ രൂപമാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഗ്ലാസ് അല്ലേ കഴിക്കാറ്? ആ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് സ്റ്റീൽ കപ്പായിരുന്നു. കപ്പായിരുന്നു. ആ എനിക്ക് കപ്പായിരുന്നു, ഞങ്ങൾ ഗ്ലാസ് ആയിരുന്നു. സ്റ്റീലിൻ്റെ കപ്പ് പിടിയുള്ള കപ്പായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ചില്ല് ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ചില്ല് ഗ്ലാസ് ഒക്കെ എടുക്കുന്നത് ശരിക്കും വീട്ടിൽ വിരുന്നാർ വരുമ്പോഴാണ്. വീട്ടിൽ വിരുന്നാർ വരുമ്പോൾ ഈ ജ്വല്ലറിന്നൊക്കെ നമ്മൾ സ്വർണ്ണമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അവരുടെ പേരത് മേടിച്ചിട്ടുണ്ടോ. അപ്പോൾ ആ പേരടിച്ചിട്ടുണ്ടെങ്കിലും ആ കപ്പാണ് കൂടുതലായിട്ടും ഈ വീട്ടിൽ യൂസ് ചെയ്യാറ്. ഗ്ലാസ് ചില്ലിൻ്റെ ഗ്ലാസ് അത് അങ്ങനെ വിരുന്നാരൊക്കെ വരുമ്പോഴാണ് പുറത്തിറക്കാറുള്ളൂ. പിന്നെ ഇപ്പത് നോർമൽ കപ്പിലേക്കൊക്കെ മാറി. അപ്പോൾ എന്തായാലും ഇത്ര നേരത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി എനിക്കൊന്ന് കുളിക്കണം, റെഡി ആവണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അച്ഛനൊക്കെ വരും. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്തോളൂ. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോക്ക് ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബൈ ബൈ.